സ്റ്റുഡൻസ്, ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സാമും കാര്യങ്ങളൊക്കെ അടുത്തു. ഇന്നിപ്പോൾ 23-ാം തീയതിയാണ് എക്സാം, 25-ാം തീയതി അല്ലേ എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, NPVയും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും അറിയാതെ നമുക്ക് FM പഠിച്ചു തുടങ്ങാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇപ്പോഴും അറിയില്ല, നിങ്ങൾ തിയറി മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും അറിഞ്ഞുകൂടാ, ജസ്റ്റ് ഒന്ന് എങ്ങനെയും പാസ്സായാൽ മതി എന്ന് ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. നമുക്കറിയണ കാര്യം തന്നെയാണത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഈ വീഡിയോ ഒന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10 മാർക്ക് അഥവാ 20 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. കോസ്റ്റ് ഓഫ് ദ മിഷൻ A 60,000 ആൻഡ് മിഷൻ B 65,000 ആണ്. ലൈഫ് ഓഫ് ദി ബോത്ത് മിഷൻ ഈസ് 5 years. 5 വർഷമാണ് എന്ത് മിഷൻ എയുടെയും മിഷൻ ബിയുടെയും ലൈഫ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ എന്താ? അത് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, അതല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, കോസ്റ്റ് ഓഫ് ദി ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 10% ആണ്. ഇൻഫ്ലോസ് ആണ് നമുക്ക് എന്താ ഈ തന്നേക്കണം. മിഷൻ എയുടെയും തന്നിട്ടുണ്ട്, മിഷൻ ബിയുടെയും തന്നിട്ടുണ്ട്. ഓക്കെ, 5 വർഷത്തെ ഇൻഫ്ലോസ് നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ മിഷൻ എയുടെ ഒരു യെല്ലോ കളറിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 40,000, 16,000, 18,000, 20,000, 30,000. 20,000, 30,000. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് 10% തന്നേക്കണത് അല്ലേ. ഓക്കെ, അതിനു മുമ്പ് വേറൊരു കാര്യത്തിലോട്ട് വരാം. നമുക്ക് ഇവിടെ ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്. ഇതെന്താ? ഇത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടും, സെക്കൻഡ് ഇയറിൽ കിട്ടും. നമ്മൾ ഈ മെഷീൻ 60,000 രൂപ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ? ആദ്യത്തെ വർഷം നമുക്ക് 14,000 കിട്ടും, രണ്ടാമത്തെ വർഷം 16,000 കിട്ടും. ഇതൊക്കെ എന്താ? ഒരു ഫ്യൂച്ചറിൽ വരുന്ന വാല്യൂ എന്ന രീതിയിലല്ലേ നമുക്ക് തന്നേക്കണത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രസൻറ്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പ്രസൻറ്റ് വാല്യൂയിലോട്ട് മാറ്റണം അല്ലേ. ഇതെന്താ കാരണം? കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസൻറ്റ് വാല്യൂവും ഫ്യൂച്ചർ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ശരിയാണോ? ഇപ്പോഴത്തെ വാല്യൂവും ഫ്യൂച്ചറിലെ വാല്യൂവും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിയാവില്ല. സോ നമ്മൾ രണ്ടിനെയും ഒന്നാക്കി മാറ്റണം. അതിനു വേണ്ടി നമുക്കിവിടെ എന്താണെന്നുണ്ട്, PV ഫാക്ടർ എന്നുണ്ട്. PV ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രസൻറ്റ് വാല്യൂ. അത് എത്രയാണ്? 1/10%. അതായത് 10% ആണ് തന്നേക്കുന്നത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി തന്നിരിക്കുകയാണ്. 5 വർഷത്തിൻ്റെ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ 0.909, 0.826 രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം 0.751, നാലാമത്തെ വർഷം 0.683, അഞ്ചാമത്തെ വർഷം എത്രയാ? 0.621. ഓക്കെ, ഇങ്ങനെ തന്നിരിക്കുകയാണ്. ഇത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും തരണമെന്നില്ല. അപ്പോൾ ഇത് തന്നില്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ദി ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് തന്നിട്ടില്ല, ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ 10% ആണ് തന്നിരിക്കുന്നതെങ്കിൽ കാൽക്കുലേറ്റർ എടുക്കുക, എന്നിട്ട് 1 അടിക്കുക. 1 ഏത് തന്നാലും 1 അടിക്കുക, ഡിവൈഡഡ് ബൈ ഇവിടെ 10 അല്ലേ, എന്നിട്ട് എന്ത് ചെയ്യുക? 1.10 എന്ന് എഴുതി ഒരു ഈക്വൽ ടു അടിക്കുക. ഇതുപോലെ ഇവിടെ ഞാൻ സൈഡിൽ എഴുതുന്നുണ്ടോ? 10 ആണെങ്കിൽ എന്ത് ചെയ്യുക? 1 ഡിവൈഡഡ് ബൈ 1.10 എന്നടിക്കുക. അപ്പോൾ 0.909 കിട്ടും. ഇതെന്താ? ഇതായിരിക്കും ഫസ്റ്റ് വർഷത്തെ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ കിട്ടണമെങ്കിൽ എന്തടിക്കണം? ഒന്നുകൂടി എന്ത് ചെയ്യണം? പ്രസ് ചെയ്യണം. എന്തിൽ? ഈക്വൽ ടൂവിൽ പ്രസ് ചെയ്യണം. ഈക്വൽ ടൂവിൽ എഗെയിൻ ഈക്വൽ ടൂവിൽ പ്രസ് ചെയ്ത രണ്ടാമത്തെ വർഷം കിട്ടും. ഇനി തേർഡ് ഇയറിൽ കിട്ടണം, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ഈക്വൽ ടു അടിക്കുക. ഇങ്ങനെ ഓരോ വർഷവും കിട്ടാൻ ഈക്വൽ ടു കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇവിടുത്തെ കേസ് എന്തായിരുന്നു? 10% ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? 1 ഡിവൈഡഡ് ബൈ ആ 10 അതിനെ 1.110 എന്ന് പറയും. ഇനി ഇത് 20% ആണെന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ 30% ഞാൻ പറയാം, 20% നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ 30% ആണെങ്കിൽ എന്ത് ചെയ്യണം? 1 ഡിവൈഡഡ് ബൈ 1.30 എന്നടിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് ഫാക്ടർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഡിസ്കൗണ്ട് ഫാക്ടർ ഫൈൻഡ് ചെയ്യുന്നത്. ഇനി 9% ആണെങ്കിൽ എങ്ങനെയാണ്? 1.190 ആണോ? അല്ല, അത് എന്തിൻ്റെയാണ്? 90%ൻ്റെയാണ് അല്ലേ. 90%ൻ്റെയാണ് എന്ത്? 1 ഡിവൈഡഡ് ബൈ 1.90 എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് 9% കണ്ടുപിടിക്കുന്നത്? 1 ഡിവൈഡഡ് ബൈ 1.09 എന്നടിക്കണം. അങ്ങനെയല്ലേ മാത്സിൽ നമ്മൾ ചെയ്യുന്നത് അല്ലെ. പെർസെൻറ്റേജിന് അങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്? 0.09 എന്നല്ലേ 9% എഴുതണം. അപ്പം അതൊരു മാത്സ് ആണ്, അത് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു.
ഓക്കെ, ആ രീതിയിൽ എഴുതിയാൽ മതി. നമുക്ക് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യനിൽ എത്ര 1/1.10 അത് നമ്മൾ കണ്ടുപിടിച്ചു. ഓരോ വർഷവും കിട്ടാൻ നമ്മൾ ഈക്വൽ ടു അടിച്ചാൽ മതി. പക്ഷെ അതിൻ്റെ ആവശ്യം ഈ ക്വസ്റ്റ്യനിലുണ്ടോ? ഇല്ല. കാരണം ഡയറക്റ്റ്ലി നമുക്ക് തന്നിരിക്കുന്നതാണ്. ഞാൻ പച്ച കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഉണ്ട്. ക്വസ്റ്റ്യനില്ല നമുക്ക് ഇൻഫ്ലോ എത്രയാണെന്നറിയാം, 14,000. ഓക്കെ, നമ്മൾ ഇതിനു വേണ്ടി ഇറക്കുന്ന കാശ് എത്രയാണ്? 60,000 ഇതിനു വേണ്ടി നമ്മൾ ഇറക്കുന്നത് മിഷൻ എ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂയും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സുമാണ്. അതായത് NPV നമ്മൾ കണ്ടുപിടിക്കണം, അല്ലേ? നെറ്റ് പ്രസൻറ്റ് വാല്യൂ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഓഫ് ബോത്ത് ദ മെഷീൻസ്, രണ്ട് മെഷീൻസിൻ്റെയും കണ്ടുപിടിക്കണം. ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? മിഷൻ എയുടെ കണ്ടുപിടിച്ച് കാണിച്ചു തരും. മിഷൻ ബിയുടെ നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഉത്തരം ആൻസർ കമൻറ്റ് ചെയ്യണം. അപ്പം നെറ്റ് പ്രസൻറ്റ് വാല്യൂ അല്ലേ? നെറ്റ് പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക? നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്യാഷ് ഫ്ലോ. നമുക്ക് തന്നിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസ് എന്നറിയില്ലേ? ക്യാഷ് ഇൻഫ്ലോന് നമുക്ക് എന്ത് പറയാം? ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് എന്ന് പറയാം. കാരണം എന്താ? ടാക്സ് കുറച്ച് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്. അതിനെ CFAT എന്ന് ഞാൻ എഴുതുന്നു. ഇനി നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡിസ്കൗണ്ട് ഫാക്ടർ, പ്രസൻറ്റ് PV ഫാക്ടർ എന്നുണ്ടല്ലേ? പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എന്നുണ്ട്. ഞാൻ അതിനെന്ത് ചെയ്യുന്നു? ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്നു. ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് കാണിക്കുകയാണ്. ഇനി ഇവിടെ നമുക്കറിയാം ഞാനിവിടെ സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇയർ എന്ന് നിങ്ങൾ ഹെഡിങ് കൊടുക്കണം. ഇതിൽ എഴുതിയിട്ടില്ല. സോ ഇയർ എന്താ? 0th ഇയർ ഉണ്ട്, ഫസ്റ്റ് ഇയർ ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്, ഫോർത്ത് ഉണ്ട്, 5th ഇയർ. 0th ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മിഷനെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഇന്ന് കാശ് പോവുകയല്ലേ? അതെന്താ? നമുക്ക് മൈനസ് അല്ലേ? നമ്മുടെ ഇന്ന് കാശ് പോകുമ്പോൾ മൈനസ് എന്ന രീതിയിലാണ് നമ്മൾ എഴുതാറ്, ശരിയല്ലേ? അപ്പോൾ 60,000 നമ്മുടെ ഇന്ന് പോയി. അതുകൊണ്ട് ഞാനത് -60,000 എന്ന് എഴുതുന്നു. ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? 1/10% എന്നല്ലേ? അപ്പോൾ 1 എന്താ? 0th ഇയറിൽ കൊടുക്കുന്നു. അപ്പോൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എങ്ങനെ കിട്ടും? -60,000 ഇൻറ്റു 1 എത്രയാ? -60,000 തന്നെയല്ലേ? 0th ഇയറിൽ നമ്മുടെ കയ്യിൽ 60,000 പോകുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊന്നുണ്ട്? ഒരു വർഷം എന്നാണോ? ആദ്യത്തെ വർഷം നമ്മൾ 0th ഇയറിൽ 60,000 ഇറക്കുമ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് 14,000 കിട്ടും. അടുത്ത വർഷം, രണ്ടാമത്തെ വർഷം 16,000 കിട്ടും. ഇങ്ങനെ ഫ്യൂച്ചറിലോട്ട് കിട്ടുന്ന വാല്യൂകളാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് വേണ്ടത് എന്താ? പ്രസൻറ്റ് വാല്യൂ ആണ് വേണ്ടത്, അല്ല? ഇതിനെ പ്രസൻറ്റ് വാല്യൂയിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്കൗണ്ടഡ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അഥവാ ഡിസ്കൗണ്ട് ഫാക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോഴത്തെ കറൻറ്റ് വാല്യൂ കിട്ടുന്നു. എന്നാലേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്ത് നിങ്ങൾ വിചാരിച്ചു നോക്കി? ഈ 14,000 വെച്ച് തന്നെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് എങ്കിലെന്താ? അവിടെ ഈ 60,000 എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂവും ഈ 14,000 എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂവുമാണ്. അപ്പോൾ അത് കമ്പയറിങ് കറക്റ്റ് ആവില്ല. അപ്പോൾ കമ്പയറിങ് കറക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രസൻറ്റ് വാല്യൂവിൻ്റെ ഒപ്പം കമ്പയർ ചെയ്യാൻ പ്രസൻറ്റ് വാല്യൂ തന്നെ വേണം എന്ന രീതിയിൽ ഈ 14,000 ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ചിട്ട് ഇൻറ്റു ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? പ്രസൻറ്റ് വാല്യൂവിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ ഈ ഫസ്റ്റ് ഇയർ നോക്കാം. അടിയിലോട്ട് വയ്ക്കും. 14,000 ഇൻറ്റു 0.90 നമുക്ക് എത്ര കിട്ടി? 12,726 കിട്ടി. ഇനി സെക്കൻഡ് ഇയറിൽ 16,000 ഇൻറ്റു 0.826 എത്രയാണ്? 13,216. തേർഡ് ഇയറിൽ വരുമ്പോൾ 18,000 ഇൻറ്റു 0.751 ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? 13,518 കിട്ടും. ഇതുപോലെ 4th ഇയറിലും 5th ഇയറിലും ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ കിട്ടിയില്ലേ? നമുക്ക് ഓൾറെഡി അറിയാം പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് നമ്മുടെ ഇന്ന് പോയത്? 60,000 അല്ലേ? അതല്ലേ 0th ഇയറിൽ എഴുതി വെച്ചേക്കണത്. ഇനി നമുക്ക് എന്തറിയണം? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ അറിയണം. അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസൻറ്റ് വാല്യൂവിലോട്ടാക്കി മാറ്റിയിട്ടില്ലേ? 12,726 തുടങ്ങി 18,630 വരെയും ഈ യെല്ലോ മാർക്കിലുള്ള എല്ലാവരും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുമ്പോൾ 71,750 എന്ന് കിട്ടും. ഇനി മനസ്സിലാക്കേണ്ട കാര്യം NPV അഥവാ നെറ്റ് പ്രസൻറ്റ് വാല്യൂയുടെ ഇക്വേഷൻ എന്താണ്? പ്രസൻറ്റ് വാല്യൂ എന്താണ് ഇക്വേഷൻ? ഇവിടെ നോക്കൂ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എത്ര? ഈ യെല്ലോ വെച്ച് എഴുതിയേക്കുന്നത് ഫുൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പ്രസൻറ്റ് വാല്യൂ. ഫ്യൂച്ചറിൽ തന്നിരുന്നതാണ് നമുക്ക് എന്ത് റെഡിൽ എഴുതിയേക്കുന്നത്. അതിന് ഞാൻ പ്രസൻറ്റിലോട്ട് മാറ്റിയേക്കുമ്പോൾ ഈ യെല്ലോയിൽ എഴുതിയിട്ടില്ലേ? യെല്ലോ കളറിൽ. അപ്പോൾ ഇത് ഫുൾ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 71,750 കിട്ടും.
ഇതാണ് ഇൻഫ്ലോ. നമ്മുടെ ഔട്ട്ഫ്ലോ എത്ര? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ എത്ര? 60,000 അല്ല ശരിയല്ലേ? അപ്പോൾ 71,750 60,000 കുറക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടി? 11,750 എന്ന് കിട്ടി. ഇതാണ് എന്ത്? നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് മിഷൻ എ. ഇനി എൻ പി വിയിൽ ഇത്തിരി കണ്ടീഷൻസ് ഉണ്ട്. എൻ പി വി പോസിറ്റീവ് ആണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. എൻ പി വി നെഗറ്റീവ് ആണെങ്കിൽ റിജക്റ്റ് ചെയ്യണം. എൻ പി വി എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് പ്രസൻറ്റ് വാല്യൂ അല്ലേ? അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്നാണ്. ഇനി എൻ പി വി 0 ആണ്, പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല, 0 ആണ് അതിൻ്റെ വാല്യൂ വന്നത്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കൊന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം, ബേസ്ഡ് ഓൺ ദി എക്കണോമിക് കണ്ടീഷൻ പ്രകാരം. ഓക്കെ, അപ്പം മെയിൻലി പോസിറ്റീവ് നെഗറ്റീവാണ്. ഈ കേസിൽ എത്രയാണ്? 11,750 എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. ഇനി -11,750 ആണ് കിട്ടുന്നതെങ്കിലോ ഞാൻ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. ഈ കേസ് വെച്ചിട്ട് എനിക്കിത് എന്ത് ചെയ്യാം? അക്സെപ്റ്റ് ചെയ്യാം. കാരണം എന്താ? പോസിറ്റീവാണ് എൻ പി വി. ഓക്കെ, നമ്മുടെ അടുത്ത് ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. എടാ ഇതെന്താ? ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്ററാണിത്. നമ്മുടെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു ഇൻഡെക്സ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം അല്ലേ? ഈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ യൂസ് ചെയ്തിട്ട് എത്ര പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ ഉണ്ടാക്കി എന്നല്ല ഇതിൻ്റെ മീനിങ്. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം നമ്മുടെ ഇൻഫ്ലോ എന്ന് പറയുന്നത് 71,750 ആണ്. ഔട്ട്ഫ്ലോ എത്രയാണ്? 60,000 ആണ്. അപ്പോൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ഔട്ട്ഫ്ലോ. എന്തുണ്ട്? പ്രസൻറ്റ് വാല്യൂ ഉണ്ട്, അതൊക്കെ എഴുതണം എക്സാമിന്. ഞാനിവിടെ ഷോർട്ടായിട്ട് പറയുന്നു, കാരണം എന്താ? വീഡിയോ ലെങ്ത് കൂടും, അതുപോലെ തന്നെ എഴുതാനുള്ള ലിമിറ്റേഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 1.20 എന്നാണ് അല്ലേ? അപ്പോൾ ഇതിനും ഒരു കണ്ടീഷൻ ഉണ്ട്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1, ഒന്നിൻ്റെ മേളിലാണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. ഇനി ലെസ് ദാൻ 1, ഒന്നിൻ്റെ താഴെയാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം പ്രപ്പോസൽ. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ എന്ന് പറയുന്നത് ഒന്നിൻ്റെ മുകളിലാണ് അല്ലേ? 1.20 അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യാം? നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? എ ഓർ ആർ, അതായത് അക്സെപ്റ്റ് ഓർ റിജക്റ്റ് നമുക്ക് ചെയ്യാം. ഒന്നാണെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. എന്ത് പ്രകാരം? എക്കണോമിക് കണ്ടീഷൻ പ്രകാരം. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഇത്രയും സിമ്പിൾ ആവാനുള്ള കാരണം ഈ ക്വസ്റ്റ്യനിലെല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ടിങ് ഫാക്ടർ, അതായത് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി അല്ലേ? ശരിയല്ലേ? ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല അല്ലേ? പക്ഷേ അതിന് പകരം നിങ്ങൾക്ക് എന്താ ഇവിടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ചിലപ്പോൾ തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് കുറച്ചിട്ട് ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. അതൊക്കെ ബേസാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം, അറിയില്ലെങ്കിൽ അന്ന് ഒന്നിന്ന് പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അറിയാം, മിക്കവാറും ഇതുപോലെ തന്നെ ആയിരിക്കും വരാൻ ചാൻസ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ സെക്ഷൻ ഇത്രയും ഉള്ളൂ. നിങ്ങൾ കൂടുതൽ വീഡിയോസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഇഗ്നോ ബികോം ഗ്രൂപ്പുകളിലോട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുകയും കൂടുതൽ ക്ലാസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഓക്കെ.